കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്നലെ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വച്ച 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള സാമ്പത്തിക സർവേ റിപ്പോർട്ട് രാജ്യം നേരിടുന്ന സാമ്പത്തിക സംക്ഷേപം അടുത്ത സാമ്പത്തിക വർഷത്തിലും തുടരുമെന്ന സൂചനയാണ് നൽകുന്നത്. മൊത്ത ദേശീയ വരുമാനത്തിൽ മാന്ദ്യവും തൽഫലമായി സമ്പദ്ഘടനയിൽ നിരവധി വെല്ലുവിളികളും ഉയർന്നേക്കാമെന്ന ആശങ്കയും ശക്തമാണ്. വരും കൊല്ലത്തെ GDP വളർച്ചാ നിരക്ക് 6.3 മുതൽ 6.8 പരിമിതപ്പെട്ടേക്കുമെന്നാണ് സർവേ കണക്കാക്കുന്നത്. 2023-24 GDP വളർച്ച 8.2 ആയിരുന്നത് നടപ്പ് വർഷത്തിൽ 6.4 ചുരുങ്ങിയിരുന്നു. സാമ്പത്തിക മാന്ദ്യത്തിന്റെ ആ പ്രവണത അടുത്ത വർഷവും തുടരുമെന്ന സൂചനയാണ് സർവേ നൽകുന്നത്. കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ഡോക്ടർ അനന്ത നാഗേശ്വരനും സംഘവുമാണ് സർവേ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. 2024 ജനുവരിയിൽ നാഗേശ്വരന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഇന്ത്യൻ സമ്പദ്ഘടന ഒരു അവലോകനത്തിൽ ഈ കൊല്ലം 7% അതിലധികമോ വളർച്ച കൈവരിക്കുമെന്ന് പ്രവചിച്ചിരുന്നു. 2025 സാമ്പത്തിക വർഷം യഥാർത്ഥ വളർച്ച അതിലും മെച്ചപ്പെട്ടേക്കുമെന്ന പ്രതീക്ഷയും പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സർവേ അതിൽ നിന്നും വ്യത്യസ്തമായ ചിത്രമാണ് കാഴ്ചവെക്കുന്നത്. കഴിഞ്ഞ 4 വർഷങ്ങളിലെ ഏറ്റവും താണ വളർച്ചാ നിരക്കാണ് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതെല്ലാം തുറന്നു കാട്ടുന്നത് രാജ്യത്തിന്റെ ക്ലേശകരമായ സാമ്പത്തിക യാഥാർത്ഥ്യത്തെയാണ്. വസ്തുത അതായിരിക്കെ സാമ്പത്തിക മാന്ദ്യത്തിന്റെ നടുവിലും GDP വളർച്ചാ നിരക്ക് 6.3 മുതൽ 6.8% തോതിൽ പിടിച്ചു നിൽക്കുമെന്ന പ്രതീക്ഷ വച്ചു പുലർത്താനുള്ള ശ്രമമാണ് സർവേ റിപ്പോർട്ട് നൽകുന്നത്. ഇന്ന് അവതരിപ്പിക്കുന്ന കേന്ദ്ര ബജറ്റിന് 48 മണിക്കൂർ മുൻപ് മോഡി സർക്കാരിന്റെ പ്രഥമ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായി 2014 മുതൽ 18 വരെ പ്രവർത്തിച്ചിരുന്ന അരവിന്ദ് സുബ്രഹ്മണ്യൻ സമകാലിക ഇന്ത്യൻ സമ്പദ്ഘടനയെപ്പറ്റി നടത്തിയ നിരീക്ഷണങ്ങൾ ഇത്തരുണത്തിലേറെ പ്രസക്തമാണ്. ഇപ്പോൾ വാഷിംഗ്ടൺ DC-യിലെ പീറ്റേഴ്സൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ എക്കണോമിക്സിൽ സീനിയർ ഫെലോയായി പ്രവർത്തിച്ചു വരുന്ന അദ്ദേഹം ഇന്ത്യൻ സമ്പദ്ഘടന ഇപ്പോൾ ഒരു രംഗത്തും മെച്ചപ്പെട്ട അവസ്ഥയിലല്ല എന്ന അഭിപ്രായമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. സമ്പദ്ഘടനയിൽ ഇപ്പോൾ പ്രകടമായ മാന്ദ്യം താൽക്കാലികമോ ഹ്രസ്വകാല പ്രതിഭാസമോ അല്ലെന്നും അത് ഘടനാപരമായ ഒന്നാണെന്നും നിരീക്ഷിക്കുന്നു. മോഡി സർക്കാർ സമ്പദ്ഘടനയെ കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് പ്രശ്നത്തിന്റെ കാതൽ. പ്രശ്നങ്ങളെ നേരിടുന്ന സർക്കാരിന്റെ രീതിയിൽ മൗലികമായ മാറ്റം അനിവാര്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളിൽ ആഴത്തിലുള്ള പുനഃപരിശോധനയാണ് ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി ആവശ്യപ്പെടുന്നത്. സർക്കാർ ഇപ്പോൾ സാമ്പത്തിക രംഗത്ത് നടപ്പാക്കുന്നതൊന്നും പ്രവർത്തനക്ഷമമോ ഫലപ്രദമോ അല്ല. സാമ്പത്തിക രംഗത്തെ കൈകാര്യം ചെയ്യുന്ന രീതി മാതൃകയോ സൃഷ്ടിപരമോ അല്ല എന്ന് സുബ്രഹ്മണ്യൻ വിലയിരുത്തുന്നു. GDP വളർച്ചയെപ്പറ്റിയുള്ള എല്ലാ അവകാശവാദങ്ങൾക്കും അപ്പുറം ജനങ്ങളുടെ ഉപഭോഗശേഷി ദീർഘകാലമായി നാമമാത്രമായ 3% അധികരിക്കുന്നില്ല. അത് സൂചിപ്പിക്കുന്നത് ജനങ്ങളുടെ വരുമാനത്തിലും വളർച്ചയിലും നിലനിൽക്കുന്ന മാന്ദ്യത്തെയാണ്. രാജ്യത്ത് സ്വകാര്യ നിക്ഷേപം ദുർബലമാണ്. പ്രത്യക്ഷ വിദേശ നിക്ഷേപം തുടർച്ചയായി ഇടിയുന്നു. തൽഫലമായി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. വസ്തുത ഇതായിരിക്കെ GDP വളർച്ച മാത്രം ഉയർന്നു നിൽക്കുന്നു എന്നുള്ള അവകാശവാദം അവിശ്വസനീയവും അടിസ്ഥാനരഹിതവുമാണ്. സുബ്രഹ്മണ്യൻ ഉന്നയിക്കുന്ന ഈ ചോദ്യങ്ങളും നിരത്തുന്ന വസ്തുതകളുമാണ് മോഡി സർക്കാരിന്റെ സാമ്പത്തിക സർവേയുടെ കാറ്റഴിച്ചുവിടുന്നത്. സമ്പദ്ഘടന അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെ നേരിടാൻ മോഡി സർക്കാരിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് നാഗേശ്വരൻ മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടിൽ യാതൊരു പുതുമയുമില്ല. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്നതിനപ്പുറം അതിൽ സാമ്പത്തിക മാന്ദ്യത്തെയും വളർച്ചാ മുരടിപ്പിനെയും മറികടക്കാൻ ഉതകുന്ന യാതൊന്നുമില്ല. അഭൂതപൂർവമായ ആഗോള വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങളിൽ വീണ്ടും ഇളവുകൾ നൽകുക വഴി ബിസിനസ് ചിലവുകൾ ഗണ്യമായി കുറയ്ക്കാമെന്നും സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്താമെന്നും തൊഴിലവസരങ്ങൾ കൂടുതലായി സൃഷ്ടിക്കാമെന്നും സർവേ നിർദ്ദേശിക്കുന്നു. ഇവിടെ മോഡി സർക്കാരിന്റെ ലക്ഷ്യം വ്യക്തമാണ്. തന്റെ ചങ്ങാതിക്കൂട്ടങ്ങൾക്ക് രാജ്യത്തിന്റെ സമ്പദ്ഘടനയെയും വിപുലമായ തൊഴിൽ ശക്തിയെയും യഥേഷ്ടം ചൂഷണം ചെയ്യാനുള്ള അവസരം ഒരുക്കി നൽകുകയാണ് ബജറ്റിന് മുന്നോടിയായുള്ള സാമ്പത്തിക സർവേ വഴി മോഡി ഭരണകൂടം ചെയ്യുന്നത്. മഹാഭൂരിപക്ഷം വരുന്ന തൊഴിലാളികൾ, കർഷകർ, തൊഴിൽ രഹിതർ എന്നിവരുടെ ചിലവിൽ അതിസമ്പന്ന കോർപ്പറേറ്റുകൾക്കും വരേണ്യ മധ്യവർഗത്തിനും നികുതി ഇളവുകളും നിയന്ത്രണങ്ങൾ ഏതുമില്ലാത്ത തൊഴിൽ ചൂഷണത്തിനും രാഷ്ട്ര സമ്പത്ത് കൊള്ളയടിക്കാനുമുള്ള അവസരവും സൃഷ്ടിക്കുന്ന ഒരു ബജറ്റിന് വഴിയൊരുക്കുകയാണ് സാമ്പത്തിക സർവേ എന്ന അസംബന്ധ നാടകം.